ഇന്ന് പൂജ ആയതുകൊണ്ട് ഞാൻ നേരത്തെ എണീച്ചിട്ടോ നമ്മൾ നേരെ ടീ വന്നു കേട്ടോ. ടീ വന്നിട്ട് നമ്മൾ സ്ഥിരം മരം ഡബ്ബി വെച്ച് ടീ തുറന്നു പറയുന്നത് ഫസ്റ്റ് വന്നത് ചന്ദനമഴയിലെ അമ്മായിമ്മേനെയും മരുമകളെ കാണിച്ചില്ല ഒരു ഏടായിരുന്നു കേട്ടോ. നമ്മളെ ഭക്തിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്തിയാണോ വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വം കമ്മി ഗൈസ്. അപ്പൊ നമ്മള് രാത്രി നല്ല പൊടി അടിച്ചിട്ടൊക്കെ വരുന്നത് പൊടിയിലൊന്നും ബാലൻസിലായിരുന്നു. ഇനി കുട്ടികൾക്ക് കൊണ്ട് കൊണ്ടുവരുന്നു രാവിലെ ഫുള്ള് ചോറായിട്ട് പിന്നെ നമ്മൾ നേരെ കുറിച്ച് ഒന്ന് മാറ്റിട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഔട്ട്ഫിറ്റ് ഇന്നത്തെ. അപ്പൊ ബ്ലൂ ഷർട്ടും വൈറ്റ് മുണ്ടും ഗൈസ് ലുക്കിംഗ് ഉണ്ട് പറയാൻ കേട്ടോ. അതിന് ശേഷം ഫോൺ വെക്കാൻ വേണ്ടിട്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അതിന് ശേഷം നേരെ വണ്ടി എടുത്ത് നേരെ അമ്പലത്തിലേക്ക് വിട്ടിട്ടോ. ശേഷം നമ്മള് വരക്കൽ അമ്പലത്തിലേക്കാണ് പോയത്. കോഴിക്കോടിലെ വരക്കൽ അമ്പലത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാതെ ചില കമ്പനി നമ്മൾ നേരെ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ നേരെ കൗണ്ടറിൽ ചെന്നു. അവിടെ നിന്ന് ഒരു നെയ്വർക്ക് ഷീട്ടാക്കി. അവിടെ നിന്ന് പിന്നെ അമ്പലത്തിന്റെ മുകളിലേക്ക് കയറി പോയതുകൊണ്ട് നമ്മളെ പ്രദർശനം ചെയ്തു. നമ്മുടെ വരക്കൽ ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പരശുരാമൻ നിർമ്മിച്ച 108ാമത്തെ ക്ഷേത്രമാണ് വരക്കൽ ക്ഷേത്രം. പിന്നെ അതേപോലെ ബലിതർപ്പണ ചടങ്ങായിട്ട് പ്രസക്തമായ ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ വരുമ്പോഴൊക്കെ ഒരു പോസിറ്റീവ് വൈബ് വരുന്ന ഒരു സംഭവം ഈ കാണുന്നുട്ടോ ഗൈസ്. അത് ഇവിടുത്തെ ഗുഹയാണ്. വരക്കൽ കേവ് പറഞ്ഞിട്ട് നമ്മൾ അടിച്ചാൽ ലൊക്കേഷൻ കിട്ടും. എല്ലാവരും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം വരാത്തവര്. അപ്പൊ ഗൈസ് നമ്മളെ ഉള്ളിൽ കയറി ദേവീനും കണ്ടു തൊഴുതു പിന്നെ ഇറങ്ങി കേട്ടോ.